വളരെ വേഗം തന്നെ ഇതിൻ്റെ ഈ മട്ടും ഭാവവും എല്ലാം തന്നെ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ ചേട്ടന്മാരോട് തന്നെ ചോദിക്കാൻ ആളുകളല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പരിപാടികളൊക്കെ എങ്ങനെയാണ്? നമ്മൾ രാവിലെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. സാധാരണ നമ്മൾ വരുമ്പോൾ രാവിലെ കാണാറില്ല, പക്ഷേ പെട്ടെന്ന് ഈ തെക്കോട്ടിറക്കത്തിൻ്റെ സമയമാകുമ്പോൾ ഇത് വളരെ മനോഹരമാക്കി. അത് എങ്ങനെയാണെന്നറിയോ, ഈ ചെത്തിക്കോട്ട് രാമേന്ദ്രൻ വന്നല്ലോ കുറച്ച് നാൾ മുമ്പ്, ഒരു 3 കൊല്ലം 4 കൊല്ലമായി. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് തെക്കേ ഗോപുരനട തുറക്കലിന് അലങ്കാരം തുടങ്ങി. അതിൽ മുന്നേ ഒരു 10 വർഷമായിട്ടുണ്ട് മൊത്തത്തിൽ അലങ്കാരം തുടങ്ങിയിട്ടില്ല. അന്നത്തെ ദേവസ്വം മാനേജർമാരൊക്കെ ആയിട്ട് മാനേജർമാരൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പിന്നെ ആ 10 വർഷമായിട്ട് ഞാൻ തന്നെ ചെയ്യാറ്. എൻ്റെ പേര് ജഗജീവൻ, യവനിക ഫ്ലവേഴ്സ്, തൃപ്രയാർ, ഗുരുവായൂർ, തൃശ്ശൂരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 10 കൊല്ലമായിട്ടും ഞാൻ തന്നെ വന്നിട്ട്, അത് അന്ന് മാനേജർമാർ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ തൃപ്രയാർ അമ്പലം, ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി കുറേ ക്ഷേത്രങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ മാനേജർമാരായിട്ട് അങ്ങനെ പരിചയമുള്ള കാരണം തൃശ്ശൂർ പൂരത്തിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇറങ്ങുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു പുഷ്പത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ടിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 10 വർഷമായി. ഈ സാധാരണ നമ്മൾ പൂരത്തിന് വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന സ്ഥലമാണിത്. ഒന്ന് തെക്കോട്ടിറക്കം, പിന്നെ കുടമാറ്റം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കുടമാറ്റത്തിനാകുമ്പോൾ ശരിക്ക് ഈ കോലം ഇങ്ങനെ പൂവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ കാണുന്നൊരു വ്യൂ എല്ലാ ചാനലുകളും ഇങ്ങനെ ഇടുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ടി വിയിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ കാലി ഗോപുരമാണ് നിൽക്കുക, എപ്പോഴും ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ ഗോപുരം ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു ഇവിടെ. അപ്പോൾ അവർ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാം, പിന്നെ അതിന് പിന്നാക്കം വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ചെത്തിക്കോട്ടുകാവ് വന്നപ്പോൾ പ്രശസ്തിയായി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തു. പെട്ടെന്ന് രാവിലെ വന്നിട്ട് വേഗം വന്നിട്ട് ഞാൻ വേഗം ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ തൊട്ടിട്ട് ഇതിങ്ങനെ തലേദിവസം ചെയ്തില്ല, തിരക്കിട്ട് അങ്ങനെ ചെയ്തെങ്കിലും സുഖം ഉണ്ടാവും. അടിപ്പൂ. അപ്പോൾ പിന്നെ ഇത് ചെറിയ പണിയാണ്. ഇതൊരു 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് പെട്ടെന്ന് ഷേപ്പ് കെട്ടി വലിച്ച് കയറ്റി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. 11 മണിക്കാണല്ലോ സമയം. ആ സ്ഥാനത്ത് നാളത്തെ അത് പറ്റൂല. നാളെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ 8 മണിക്ക് തുടങ്ങും. പടിഞ്ഞാറേ നട, കിഴക്കേ നട, ഇതും കൂടി ആയിട്ട് വരുമ്പോൾ ഇന്ന് വൈകുന്നേരം 9 മണിയോടുകൂടി തുടങ്ങിയാൽ നാളെ രാവിലെ 6 മണിക്ക് അവസാനിക്കുള്ളൂ. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ നമ്മൾ ചെയ്യാറുണ്ടോ ഓരോ തവണയും മാറ്റം? എല്ലാ കൊല്ലവും പുതിയ മോഡൽ. ഈ ഒരു കൊല്ലം ചെയ്ത് അടുത്ത കൊല്ലം ചെയ്യില്ല. എല്ലാ പ്രാവശ്യം അതിപ്പോൾ ഞാൻ ഈ പൂക്കളായിട്ട് ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതൊരു മാതൃക കൂടി ആവാൻ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും മോഡൽ മാറ്റി ചെയ്യും. അപ്പോൾ അത് അവർ ശ്രദ്ധിച്ച് പിന്നെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ആ മോഡലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കേരളത്തിൽ ഇങ്ങോളം അങ്ങോളം എല്ലാ ക്ഷേത്രങ്ങളിലും അതങ്ങനെ മാറി പുതിയ മോഡലുകൾ നടക്കണം. ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്, വേറെ ക്ഷേത്രങ്ങൾ ഞാൻ ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, പിന്നെ ഒരു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു 100 ജില്ലാ ക്ഷേത്രങ്ങളിൽ ചെറുവകകളും ഒക്കെ ആയിട്ട് ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. ഇപ്പം ഇതിൻ്റെ ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ. അതോടുകൂടി ഞങ്ങൾക്ക് ഈ മോഡലുകൾ പിന്നെ അങ്ങനെ ചെയ്യാൻ കിട്ടും. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് തൃപ്രയാർ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യാറ്. ഗുരുവായൂർ ഏകദേശം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ തന്നെ ചെയ്യാറ്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ അവിടുത്തെ നല്ല മോഡലിങ് പണി വരുമ്പോൾ ഞാൻ പോകും. സാധാരണ പണികളൊക്കെ വരുമ്പോൾ അവിടെ സാധാരണ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ ചെയ്യും. മോഡലിങ് ഡിസൈൻ പണി വന്നാൽ അപ്പം എന്നെ വിളിക്കുള്ളൂ. ഇതുവരെ അങ്ങനെയാണ്. 10 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ടല്ലേ? അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞേ? പേര് ജഗജീവൻ. യവനിക ഫ്ലവേഴ്സ്, തൃപ്രയാറാണ് ഞങ്ങളുടെ. പിന്നെ ഗുരുവായൂർ, തൃശ്ശൂർ, ശക്തനിൽ കുഴപ്പമില്ലാണ്ട് പോകണം. കുറേ ആശംസകൾ, പൂരത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നേരുകയാണ്. അപ്പോൾ ഇങ്ങനെ 10 കൊല്ലമായിട്ട് ഈ ജഗജീവൻ ചേട്ടൻ തന്നെയാണ് ഇവിടെ ഈ പുഷ്പങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇതിൻ്റെ ഈ കാഴ്ചകൾക്ക് കുറച്ചുകൂടി മനോഹാരിത പകരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. 10 കൊല്ലമായി ഒരാൾ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് രാമന്റെ വരവോടുകൂടിയാണ് എന്നുള്ളതാണ്. അലങ്കാരം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പൊ ശിവകുമാരനായി. അതെ, രാമന്റെ വരവോടുകൂടിയാണ് കുറെ കൂടെ ഇത്തരത്തിൽ ഒരു ഗ്ലാമറസ് ആയി ഈ പുഷ്പവൃഷ്ടിയോട് അല്ലെങ്കിൽ പുഷ്പാലങ്കൃതമായിട്ടുള്ള കവാടത്തിലൂടെ പുറത്തേക്കിറങ്ങുന്ന തെക്കോട്ടിറങ്ങുന്ന ആ ഒരു കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും ഓരോ പ്രത്യേകതയുണ്ട്. പൂര നഗരി ആയതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി ചേരുമ്പോഴാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ സൗന്ദര്യം ഏറ്റവും മനോഹാരിതയിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്.